ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പെപ്പർ ചിക്കൻ മസാലയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഒരു 600 ഗ്രാം ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് 1 സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഒരു 1/4 സ്പൂണ് ഗരം മസാല, പിന്നെ ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടി. ഇനി അതിലേക്ക് ഒരു അല്പം ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് ഇതേ ടൈറ്റിലായിരിക്കണം വരേണ്ടത്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതേപോലെ ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസ് ചേർത്തതിന് ശേഷം ഒരു 1.5 മിനിറ്റോളം അതൊന്ന് കിടക്കട്ടെ. എന്നതിന് ശേഷം അതിൻ്റെ അടിഭാഗം സെറ്റായതിന് ശേഷം ഒന്ന് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ ആ കുരുമുളക് പൊടിയൊന്നും അതൊന്ന് വിട്ട് പോരുന്നേ ഇല്ല. കണ്ടില്ലേ, നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ആ കുരുമുളക് തരികളൊക്കെ അതിലേക്ക് ചേർന്ന് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളത് ആ ചിക്കൻ കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇതേപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചിക്കൻ പീസും നമ്മൾ അതേപോലെ തന്നെ പൊരിച്ചെടുക്കണം. ഇനി നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആ പൊരിച്ച എണ്ണ തന്നെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 സവാള ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. പിന്നെ വെള്ളുള്ളി ഒരു 6 എണ്ണം കട്ട് ചെയ്ത്, ഒരു 5 പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും നിർബന്ധമായിട്ട് ചേർക്കണമല്ലോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പൊടി ചേർത്തു. അപ്പോൾ ഏകദേശം നമ്മൾ ആ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ആയിട്ടുണ്ട്. നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. ഇതേ ഘട്ടത്തിൽ നമ്മൾ ഒരു തക്കാളി, ഒരു 1.5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതായത് അധികം പഴുക്കാത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറയ്ക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഞാൻ ഒരു 3 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതേപോലെ കിട്ടി. ഇത്രയും നമ്മൾക്ക് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമ്മൾക്ക് അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ മല്ലിപ്പൊടി മാത്രം ചേർക്കാം. അപ്പോൾ നമ്മളിതിലെന്ത് മുളക് പൊടി ചേർക്കുന്നേ ഇല്ല. പെപ്പർ ചിക്കനിൽ പെപ്പർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു 1.5 സ്പൂണ് കൂടി കുരുമുളക്, അതായത് തരിതരിയായിട്ടുള്ള കുരുമുളക് പൊടി തന്നെ ചേർക്കണം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 1/2 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ ചിക്കൻ പൊരിച്ചത് അതിലേക്ക് ചേർക്കാം. ചിക്കൻ പൊരിച്ച് ചേർത്ത് ഞാൻ നല്ലതുപോലെ ഇതാ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇഫ്താറിന് നല്ലൊരു റെസിപ്പി ആയിരിക്കും. ഒരല്പം കൂടി വെള്ളം ഞാൻ അതിലേക്ക് ചേർത്തിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെക്കാം. 3 മിനിറ്റ് ഇത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതിലേക്ക് കോൺഫ്ലവർ ചേർത്തൊക്കെ ഒന്ന് ശരിക്കും ഗ്രേവിയിൽ പിടിച്ച് ചെറിയൊരു കുറുകുറു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒട്ടും പുളിയില്ലാത്ത ഒരു 1.5 സ്പൂണ് തൈര് കൂടി ഞാൻ ഇതാ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ എരിവെല്ലാം ബാലൻസ് ചെയ്ത് നല്ലൊരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കി, ഉപ്പ് അല്പം കൂടി നമ്മൾക്ക് ആവശ്യമുണ്ടായിരുന്നു. ഒരു നുള്ളു ഉപ്പ് കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളി പെപ്പർ ചിക്കൻ മസാല ഇത് അവിടെ സെറ്റായി കഴിഞ്ഞു. അവസാനം നമ്മളൊരു കൈപ്പിടി മല്ലിയില ഇതേപോലെ കട്ട് ചെയ്ത് വിതറി കൊടുക്കുക. എന്നതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫാക്കി. ഇനി ഞാനത് വേറെ പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അടിപൊളിയായില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ബിരിയാണി റൈസാണ്. എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും? ചപ്പാത്തി, നെയ്ച്ചോറ്, അതേപോലെ പത്തിരി, എല്ലാറ്റിനും ഇത് നന്നായിട്ട് ചേരും. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്